ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നോമ്പുതറ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു നോമ്പുതുറയായിരുന്നു കേട്ടോ. കാരണം ഒരു വലിയ പാത്രം നിറയെ ചക്കയായിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ട് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കണ്ണൂർ സ്പെഷ്യൽ ഉന്നക്കായ ഉണ്ടായിരുന്നു കേട്ടോ. വിച്ച് ഈസ് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. സ്വീറ്റ് ആയിട്ടാണ് ടേസ്റ്റ്. പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിക്കൊക്കെ ഭയങ്കര മന്തിൻ്റെ മണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ഭയങ്കര മന്തി ഫാൻസൊക്കെ ആയി തോന്നണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കുടിച്ചു. പിന്നെ എൻ്റെ വക ചിക്കു ഷേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും, പിന്നെ ചക്കയും, ബത്തക്കയും, പിന്നെ ഓറഞ്ചും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ബീഫ് വരട്ടിയതും ബീഫ് കറിയാക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി മെയിനായിട്ട് ചെയ്ത് നോക്കിയത് ഫസ്റ്റ് തന്നെ. ആൻഡ് കട്ട്ലേറ്റും ഇതൊക്കെ എനിക്കിപ്പോൾ തിന്നതായപ്പോൾ എനിക്ക് പിന്നെ മടുത്തു കിട്ടാം. ആൻഡ് ചക്ക, പിന്നെ എൻ്റെ അനിയത്തികൾ ചക്കമ്മക്കായിരുന്നു അറ്റാക്ക്. ഞാൻ ഇന്നെന്തോ ചക്ക എനിക്ക് തിന്നിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല, ഞാൻ കുറേ ചക്ക തിന്നണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചക്കമ്മക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും എൻ്റെ അനിയത്തിക്കും ഉമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ ചക്ക എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത് എനിക്ക് പീരിയഡ്സൊക്കെ ആയിട്ട് ഭയങ്കര വയറുവേദനയാണ്. അപ്പോൾ എനിക്ക് നോമ്പില്ല. അപ്പം ഞാൻ ചക്ക മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉമ്മാക്ക്. അപ്പോൾ ഉമ്മാക്ക് മുറിച്ച് കൊടുക്കുന്ന സമയം ഞാനിങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വയറ് ഫുള്ളായി. പിന്നെ കഞ്ഞി ഇങ്ങനെ കുടിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ചക്ക അങ്ങനെ എവിടെയും കിട്ടില്ല. ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് ചക്കയാണ്. ചക്ക എന്ന് പറയുക നല്ല മധുര, ആ ഒരു ടേസ്റ്റ് എടുത്തറിയിക്കുന്ന ഒരു ടൈപ്പ് ചക്ക എനിക്കിഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ചക്ക ഇതിൻ്റെ ടേബിളിൽ വെച്ച ആ ഒരു മൊത്തം ചക്കൻ്റെ ആ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റ്, ഒരു ഓറഞ്ച് ചോളൊക്കെ പറയൂലേ, അങ്ങനത്തെ രീതിക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ കട്ട്ലേറ്റ് റോളും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പത്തിരിയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്, പിന്നെ ഓറഞ്ചും ഒക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് നോമ്പില്ലാത്തതുകൊണ്ട് ഇന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പത്തിരിയും ബീഫ് വരട്ടിയത് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഉള്ളിലോട്ട് കഴിക്കാൻ വേണ്ടി അങ്ങനെ അത്ര തോന്നാത്തത്. പിന്നെ പോരാത്തതിന് ഞാൻ ഇരിക്കുന്നതാണെങ്കിലും എനിക്ക് വയറ് വേദനയായിട്ട് അനങ്ങാനും കഴിയാത്ത ഭയങ്കര ഇടങ്ങാറിലായിരുന്നു ഞാൻ നിൽക്കുക. പിന്നെ ഇന്നത്തെ ഞങ്ങളെ മൂന്നാൾ അടി എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് വലിയ സ്പെഷ്യലായിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു അടി ഉണ്ടായിട്ടില്ല കേട്ടോ. തിന്നുന്ന ഈ ഒരു സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടായിനി. പക്ഷേ ഈ സമയം ഉണ്ടാവേണ്ടതൊക്കെ ഞങ്ങൾ കുറച്ച് മുമ്പേ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പിന്നെ അതിനുള്ള പൊട്ടി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മറ്റേതൊക്കെ മാറ്റി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ പറഞ്ഞു മര്യാദക്ക് മുണ്ടാതെ ഇരുന്ന് തിന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഇന്ന് കിട്ടും പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ മൂന്നാളും മടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ചിക്കു ജ്യൂസ് നല്ല അടിപൊളിയായിട്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
കാരണം കിട്ടിയിട്ടുള്ള ചിക്കൻ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക ഭയങ്കര സ്വീറ്റ് ഷുഗറി ആയിട്ടുള്ള ചിക്കുമായിരുന്നു. പിന്നെ കട്ട പാലിലിട്ട് കുടിച്ചിട്ട് അടിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ അതും കുടിക്കാൻ എനിക്ക് മര്യാദക്ക് മൂഡ് കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. എന്തോ എനിക്ക് മൊത്തത്തിലൊന്ന് മിസ്സായിപ്പോയി. എന്തോ മര്യാദക്ക് എന്നാണ് മെയിനായിട്ട് തിന്നണ്ടേനു. പക്ഷെ എനിക്കാണെങ്കിൽ ഇതിന് തിന്നാൻ പറ്റിയില്ലേനു. എനിക്ക് അതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട് കേട്ടാ. പിന്നെ ജ്യൂസിലെന്ന് പറയാൻ ഞാൻ കുറേ ഐസ് ഇട്ടും ചെയ്തു. തണുപ്പായതുകൊണ്ട് എനിക്ക് പേടിക്കാനും വന്നാലോ, കാരണം എനിക്കിപ്പോൾ അല്ലെങ്കിൽ കൊണ്ട് വയ്യ. ജ്യൂസ് പിന്നെ കഞ്ഞി കുറേ ഉണ്ടായിരുന്നു. കുടിച്ച് ഗ്ലാസ് മറ്റും പിന്നെ നിർത്തി. ഉമ്മ എന്തായാലും പിന്നെ ഉപ്പൊക്കെ പോയി. അപ്പം അങ്ങനെ പിന്നെ മൂന്നാളും ടാബ് ഞങ്ങൾ മൂന്നാളുമായി ഞങ്ങൾ ഓരോന്നും പറയാനും ചെയ്യാനും ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഉണ്ട് കേട്ടാ. അതിൻ്റെ അനിയത്തിയാണെങ്കിലോ ഓള് ബീഫും കൂട്ടിയിട്ട് കഴിക്കുന്ന വെറുതെ പിന്നെ അതങ്ങനെ അങ്ങനത്തെ ഒരു സാധനമായിപ്പോയി. ഞാൻ പിന്നെ നല്ല കുട്ടിയാണ്. ഞാനിങ്ങനെ ഇതിൻ്റെ കാര്യമൊക്കെ നോക്കിയാണെങ്കിൽ നടക്കുന്ന ആളായതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ഒക്കെ തിന്നൊക്കെ കഴിപ്പിച്ച് ഞാൻ പിന്നെ നീച്ച് പോയിട്ട് അപ്പം തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് എണീറ്റ് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ്. കാരണം എനിക്ക് നാളെ ഐ.ടിൻ്റെ എക്സാം ഉണ്ട്, പ്രാക്ടിക്കലും തിയറിയും ആയിട്ട്. എനിക്കിന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വേദനയായിരുന്നു. വിചാരിച്ച് നോമ്പെടുക്കാത്ത ശീലമാവില്ലല്ലോ പഠിക്കുന്നത്. എന്നാലോ ഭയങ്കര വേദനയും നടുവേദനയും വേദനയായിട്ട് തീരെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം ഞാൻ എന്ത് ചെയ്യും വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എന്തായാലും ടൈം കുറവല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്താ ജസ്റ്റ് ബുക്ക് വായിച്ച് എന്ന് വിചാരിച്ചു കേട്ടോ. ബുക്ക് വായിച്ച് നോക്കിയിട്ട് പ്രാക്ടിക്കലിൻ്റെ എന്തെങ്കിലും യൂട്യൂബിൽ അങ്ങനെ നോക്കിയിട്ട് തട്ടിക്കുട്ടി അഡ്ജസ്റ്റ് എന്ന് വിചാരിച്ചു. നമ്മൾ ഈ ശരിക്കും ഈ ശരിക്കും വണ്ടി വളർത്തി ആ വേണ്ട ആൾക്കാർ നമ്മൾ ലോട്ടിക്ക് വണ്ടി വളർത്തി നിങ്ങൾക്ക് വണ്ടി കളിച്ചു നമ്മൾ ഇത് തട്ടിക്കൊണ്ടാൽ ഇങ്ങോട്ട് അപ്പൊ ഒന്നേ പറ്റുള്ളൂ. How is the chakka? Good. അപ്പോൾ ഗൈസ്, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ആൻഡ് ഇതുപോലത്തെ ഇനിയും വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എനിക്ക് നാളെ എക്സാമാണ്. അപ്പോൾ നാളെ എക്സാമിനുള്ളത് പഠിക്കണം. എനിക്കിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഭയങ്കര വയറുവേദന ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ ദൈവമേ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്ന കേൾക്കാറ്. അപ്പോൾ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, പിന്നെ കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വേണ്ട ഇത് കേൾക്കണം, നിങ്ങൾ എന്തായാലും ചെയ്യാം. ബൈ ബൈ.